കില്ലടികളെ അങ്ങനെ നമ്മുടെ മല്ലു ഫാമിലി സുജിനെയും നിത സതീഷിനും അറിയാലോ നിങ്ങൾക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സുജിൻ കൃഷ്ണയും നിത സതീഷിനും അങ്ങനെ വേർപിരിഞ്ഞിരിക്കുകയാണ് കില്ലറല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡിവോഴ്സ്ഡ് ആയിരിക്കുകയാണ്, ലീഗലി ഡിവോഴ്സ്ഡ് ആയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ മുമ്പ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പൊക്കെ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓരോരോ സംഭവങ്ങൾ പറയുന്നതും എന്ന് വെച്ചാൽ ഇങ്ങനെ ആവുന്നൊക്കെ ഇപ്പോൾ ലീഗലി എന്താണ് പിരിഞ്ഞിരിക്കുകയാണ് കില്ലറല്ലേ. അപ്പോൾ നിത കൃഷ്ണ പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാപ്റ്റർ ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഞാൻ സമാധാനം തേടി പോവാണ്. സോ അങ്ങനെ എന്നൊക്കെ പണ്ടിക്ക് അവർക്ക് തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മല്ലി ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യക്തികളുടെ എന്താ വെച്ചാൽ പുള്ളിക്കാരൻ ഓട്ടോ ഡ്രൈവറെ വന്ന ഒരു വ്യക്തിയാണ് സുജിൻ. അപ്പോൾ അതൊന്നൊരു മാറ്റമാണ്. എന്താ വെച്ചാൽ പുള്ളിക്കാരൻ ഈ ലെവലിൽ എത്തിയത് കഷ്ടപ്പെട്ടു. പിന്നെ കുറേ പരിപാടി എന്തൊക്കെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ച് ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറേ മുപ്പര് നേടിയിട്ടുണ്ട്. അപ്പോൾ സോ പുള്ളിക്കാരൻ സ്റ്റോറി ഇട്ടുന്നതിലുള്ള ഒരു സംഭവം അത് നമ്മുടെ പ്ലേ വെക്കാടുള്ളത് അല്ല ഡിലേറ്റ് ആക്കി വന്നു. ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് ആ ഫോണിലാണല്ലോ. അപ്പോൾ സ്ക്രീൻഷോട്ട് ഇവിടെ എന്തായാലും ഇതിലുണ്ടാവും. ഞാൻ സംഭവം ഇവിടെ വെക്കാട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് ആ ഫോണിലാണ്, ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോണിലാണ് സംഭവം. സ്ക്രീൻഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ ഇനി ആരും സൈബർ ആക്രമണം നടത്തരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പരസ്പരം ഇഷ്ടത്തോടും പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങോടും വേർപിരിഞ്ഞെന്ന് പറഞ്ഞിട്ട് അത് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. സുജിൻ കൃഷ്ണ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. സോ അത്ര ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ പിന്നെ അതെന്താ വേർപിരിയാൻ നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടൊരിക്കലും കൂടെ നിൽക്കാൻ പറ്റില്ല, മനസ്സിലായില്ല. അതുപോലെ കഷ്ടപ്പെട്ടൊരിക്കലും റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റില്ല. മാക്സിമം പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടേ കണ്ടു നടക്കാൻ പറ്റുള്ളൂ. మనం ജീവിച്ചു മതിയെങ്കിൽ വേർപിരിയ, അത്ര ഉള്ളൂ ഇടല്ലേ. അല്ലാതെ ഇപ്പം നമ്മൾ വേറെ ഒന്നും അതിൽ പറയാൻ പറ്റില്ല. അപ്പോൾ മല്ലു ഫാമിലി അതാണ് സംഭവം. പിന്നെ മല്ലു ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പുള്ളിക്കാർ ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിവ് അവേ പോലത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്നോവ ക്രിസ്റ്റ പിന്നെ ഐഫോൺ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ. അതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതൊന്ന് പ്രൈസ് കിട്ടുന്ന പോലെ അങ്ങനെയൊക്കെ പുതിയ പ്ലാൻ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ. അല്ല, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നടക്കട്ടെ എന്തായാലും നല്ലതുപോലെ. അപ്പോൾ ആ ചേച്ചി മല്ലു ഫാമിലിയുടെ സുജിന്റെ വൈഫിനും നല്ലത് മാത്രം പറ്റുമെന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു നമ്മളൊക്കെ. സോ നല്ലത് മാത്രം പറ്റിയ എല്ലാവർക്കും നമുക്ക് അടുത്തതിൽ നോക്കാം. ബാക്കി